Hi friends, I am Foodies in a video. Welcome swagatham. Innu I vannekkuna simple recipe aayittaanu Ari Uppumavu. This ration ari kondana I undakkiyekkunne. Appo engane undakkiyenu paranjaram. Idinayittu 1 cup ration ari ivide eduthu vechittunde. Ee ration ari namukku kazhiyedukam. Appo njan kazhiyeduthittunde. Ini namukku stove on aakittu cooker vekkam. Cooker la undakkiyedukkunne. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അര സവാള ഒരു ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ നെയ്യ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിന്റെ കൂടെ ഉഴുന്നുപരിപ്പ് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഉഴുന്നുപരിപ്പ്. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം എടുത്തു കൊടുക്കണം. നമ്മൾ ആ അരി എടുത്ത അതേ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോകാൻ പാടില്ല, കൂടിപ്പോയാൽ കുഴഞ്ഞു പോകും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. റേഷൻ അരിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് അടച്ച് ഒരു വിസിൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പാകത്തിന് കിട്ടും. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഇങ്ങനെ ചോറിങ്ങനെ വിട്ട് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാടായി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. റേഷനറി ആയതുകൊണ്ട് ഒരു ഒട്ടൽ വന്നു പോകും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.